ഓക്സിഡന്റ് കപ്പാസിറ്റി കൂട്ടാനും പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്ന, എല്ലാ സെല്ലുകളും പെർഫെക്റ്റ് ആയി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു ജ്യൂസ് എക്സ്ട്രാക്റ്റ് ആണ് ഈ പറഞ്ഞ 9E5, 10 നല്ല ബെറികളുടെ കോമ്പിനേഷൻ. അതുപോലെ തന്നെ കവചപ്രാഷ്. എനിക്ക് കാലഘട്ടം തുടങ്ങി, മഴ നല്ല കനത്ത് പെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നിൽക്കാതെ മഴയാ. ഇപ്പൊ കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കേൾക്കാത്തോണ്ടോന്നും അറിയില്ല, ഏതായാലും നല്ല മഴയായിരുന്നു ഞാൻ വരുന്ന വഴിക്കൊക്കെ. ഇനി ഇഷ്ടം പോലെ മഴക്കാലവുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ വരാൻ പോവാ. ജലദോഷം, പനി, കഫക്കെട്ട്, ഇഷ്ടംപോലെ സാധനം വരും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചോളം ആ പനി ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്ടി വരും. എന്നാൽ ഇമ്മ്യൂണിറ്റി ഏറ്റവും നന്നായി ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇതൊരു പ്രശ്നമേ അല്ല. ആണോ? ഇപ്പോഴും മഴ കൊണ്ട് നടക്കുന്ന, റോഡിൽ കളിക്കുന്ന, ചളിയിൽ കളിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ല. എന്നാൽ ചെറിയൊരു മഴ കൊള്ളുന്ന സമയത്തേക്ക് മഴ ഒന്ന് ചെറുങ്ങനെ അടുത്ത് പോയാൽ മതി, ജലദോഷവും പനിയും തുമ്മലൊക്കെ ഇഷ്ടംപോലെ ആളുകൾക്കുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് പ്രതിരോധ ശേഷി കുറവാണ്. എല്ലാ ആളുകൾക്കും ഏറ്റവും നല്ല പ്രതിരോധ ശേഷിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു 40ഓളം കണ്ടലുകൾ ചേർന്നിട്ടുള്ള ബ്രഹ്മി, കുങ്കുമപ്പൂവ്, നെല്ലിക്ക പോലുള്ള ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഭക്ഷണത്തിന്റെ ഒരു കോമ്പിനേഷൻ കവചപ്രാശി. നമുക്കറിയാം, ഇന്ന് ശരീരത്തിൽ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പ്രോട്ടീനാണ്. പക്ഷെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ വയറ് നിറച്ച് ചോറ് തിന്നു, അതിനകത്ത് എന്താണുള്ളത്? സ്റ്റാർച്ച്. രാവിലെ പുട്ടും കറിയും, അതിനും സ്റ്റാർച്ച്, മാക്സിമം സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്തിനാ ശരിക്കും ശരീരത്തിൽ? ഊർജ്ജം എന്തിനാ? പ്രവർത്തിക്കാനാ. പ്രവർത്തിക്കാത്ത ആൾക്ക് ഊർജ്ജത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, വെറുതെ ഇരുന്ന് നേരം നോക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു ഊർജ്ജവും ആവശ്യമില്ലാത്ത മേഖല. എന്നാൽ ഊർജ്ജം ഇഷ്ടംപോലെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, ഒരാവശ്യമില്ലാതെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള സാധനം ശരീരത്തിന്റെ ഓരോ സെല്ലുകളുടെയും വളർച്ചയ്ക്ക്, ഓരോ സെല്ലുകളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രോട്ടീനാണ്. പക്ഷെ പ്രോട്ടീൻ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട്, പക്ഷെ നമ്മളത് കൊടുക്കുന്നില്ല. ആ സമയത്ത് പ്രോട്ടീനിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ക്ഷീണത്തെ, അവശതയെ ഇല്ലാതാക്കാൻ ശരീരത്തിന്റെ ഏറ്റവും നല്ല മെറ്റബോളിസം നിലനിർത്താൻ സഹായിക്കുന്ന പ്രോട്ടീൻ പൗഡർ നമ്മൾ ഏത് ഭക്ഷണ പദാർത്ഥത്തോടെ ചേർത്ത് കഴിക്കാം. ന്യൂട്രിലൈഫ്, ബാലൻസ്ഡ് ന്യൂട്രീഷൻ. ചെറിയ കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയോട്ട് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഉൽപ്പന്നം. അത് 3 ഫ്ലേവറിലുണ്ട്. സ്പൈറുലിന ഗോൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നെന്ന് അറിയപ്പെടുന്ന സ്പൈറുലിന എന്ന് പറയുന്ന തരം പായലാണ്. പായലിന്റെ സത്താണത്. ആ പായലിന്റെ പേരാണ് സ്പൈറുലിന. നിങ്ങൾ സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്ന സമയത്ത് ഇത് എന്തെങ്കിലും കുറെ കോമ്പിനേഷൻ ചേർത്തുണ്ടാക്കിയെന്ന് വിചാരിക്കണ്ട. ഒരു നല്ല പായല്, നമ്മൾ മുരിങ്ങാന്നൊക്കെ പറയുമ്പോൾ സ്പൈറുലിന. ആ സ്പൈറുലിന ലോകത്തെ ഏറ്റവും മികച്ച ഭക്ഷണ പദാർത്ഥമാണ്. ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷൻസും ഒത്തിണങ്ങിയ ഒരു ഭക്ഷണം, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം. ഒരു ദിവസം 1 മുതൽ 4 വരെ കഴിക്കാം. നമുക്കൊന്നും 4 കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. 1-2 ക്യാപ്സൂൾ ധാരാളം നമുക്ക്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്കും, അതുപോലെ ബഹിരാകാശത്തേക്ക്, ശൂന്യാകാശത്തേക്ക് യാത്ര പോകുന്ന ആളുകൾക്കൊക്കെ അവർക്ക് വേറെ ഭക്ഷണം കഴിക്കാനില്ല. അവർക്ക് നാളെ വെച്ച് കഴിക്കാം ഡെയിലി. അതേപോലെ തന്നെ ഡയബാലൈഫ്. ഇന്ന് ഏകദേശം എല്ലാ ആളുകളും ഭയപ്പെടുന്ന, എന്നാൽ ഭയം ഇല്ലാതെന്ന് പറയാം. വന്ന ആളെ സംബന്ധിച്ച് ഭയമൊന്നും ഇല്ല. ഇപ്പോൾ വരുന്നതിന് മുമ്പേ ഭയമുള്ളൂ. വന്ന് തുടങ്ങിയ പാട് ഒരു തൽക്കാലം ഒരു പേടിയുണ്ടാവും. ഷുഗർ ആയല്ലോ, എനിക്കെല്ലാം കൂടി ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആയി, തുടങ്ങിയ പാടെ ഒരു ടെൻഷനാണ്. പിന്നെ ടെൻഷൻ ഒന്നുമില്ല, അങ്ങനെ ജീവിച്ചു. പക്ഷെ ഏറ്റവും അപകടകാരി എന്ന് പറയുന്നത് ഷുഗറാണ്. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം അല്ലെങ്കിൽ താളം മുഴുവൻ തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഷുഗർ. ആ ഷുഗറിനെ അതിജീവിക്കാനും, നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗർ എന്ന് പറയുന്ന അവസ്ഥ വരാതിരിക്കാനും, ഡയബറ്റിക് എന്ന് പറയുന്ന അവസ്ഥ വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നല്ല കോമ്പിനേഷൻ. വെളുത്തുള്ളിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. കറുവപ്പട്ടയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കയപ്പയും ഒക്കെ അടങ്ങിയിട്ടുള്ള അതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് ആണത്. പാൻക്രിയാസിനെ റീകണ്ടീഷൻ ചെയ്ത് നല്ല ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന സാധനം. ഇങ്ങനെ കുറേ ഉൽപ്പന്നങ്ങൾ, എല്ലാത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, മഴക്കാലജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഫക്കെട്ട്, അത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. തുളസി, ആടോളം, ചെറുവഴുതിന, തിപ്പല്ലി, കച്ചൂരം, ഇരട്ടി മധുരം പോലുള്ള നല്ല കണ്ടന്റുകൾ, നല്ല ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ഫുഡ്. ലിവർ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും താളത്തിൽ കൊണ്ടുവരാൻ ലിവർ ഫംഗ്ഷൻ മാത്രം പെർഫെക്റ്റ് ആയാൽ മതി. ലിവർ ഫംഗ്ഷൻ ആരുടേതും പെർഫെക്റ്റ് അല്ല. ഇതിനു മുമ്പേ ഒരു ഏത് മാഗസിനെന്ന് എനിക്ക് ഓർമ്മയില്ല, സ്ഥിരമായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ടാണ്. അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരാളുടെ പോലും ലിവർ പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പലതും ആത്മഹത്യ കേസൊക്കെയാണ്, അപകടവും ആത്മഹത്യയും. ആത്മഹത്യയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരും ചെറിയ കുട്ടികളൊക്കെയാണ്. അവരുടെ ലിവർ പോലും പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങൾ നമ്മളൊക്കെ ലിവറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ലിവർ ഫംഗ്ഷൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ കൂടെ കടന്നു വന്നോളൂ. അതില്ലാതാക്കാൻ സ്ത്രീകളെ സംബന്ധിച്ചോളം പണ്ടത്തെ സാഹചര്യത്തിലല്ല ഇന്ന് ജീവിക്കുന്നത്. അധ്വാനം കുറവ്, അധ്വാനശീലം കുറവ്, ഭക്ഷണശീലത്തിൽ ജങ്ക് ഫുഡിന് വലിയ പ്രാധാന്യം കൊടുത്തു തുടങ്ങി.
എല്ലാ ആളുകളും ഫാസ്റ്റ് ഫുഡിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഹോർമോണൽ ഡിസോർഡർ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി പീരീഡ്സുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻ ഏകദേശം ചെറുപ്പക്കാരികളായ എല്ലാ സ്ത്രീകളും പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ്. എനിക്ക് പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഓവർ പെയിൻ, ഓവർ ബ്ലീഡിങ്, വൈറ്റ് ഡിസ്ചാർജ്, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനെ നല്ല നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന വുമൺ കമ്പാനിയൻ. സ്ത്രീകൾ പൊതുവെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ കൂടെയാണ്. സൗന്ദര്യത്തിന് നല്ല ഗുണം ചെയ്യുന്ന സാധനമാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. രക്തം ശുദ്ധിയായാൽ എല്ലാം ശരിയായി. ശരീരത്തിൽ രക്തം ശുദ്ധിയായി കഴിഞ്ഞാൽ എല്ലാ ടോക്സിൻസും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, അതിന് ഏറ്റവും നല്ല സാധനമാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ അല്ലെങ്കിൽ വെരിക്കോസ് വെയിനുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല പരിഹാരം കൂടെയാണ്. യൂറിൻ ഫ്ലഷ്, അതിന്റെ ക്യാപ്സൂളും സിറപ്പും ഉണ്ട്. യൂറിൻ ഫ്ലഷ് ഒക്കെ എല്ലാവരും കഴിക്കേണ്ട സാധനമാണ്. നിങ്ങൾക്ക് കിഡ്നി കല്ലുണ്ടോ, കിഡ്നി വീക്കാണോ, ഇതൊന്നും നോക്കണ്ട. വർഷത്തിൽ നമ്മൾ കർക്കിടക മാസത്തിൽ ഉരുവ കഞ്ഞി കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ പൊടിയിടിച്ച് കഴിക്കുന്ന പോലെ വർഷത്തിൽ യൂറിൻ ഫ്ലഷിന്റെ ക്യാപ്സൂൾ ആണെങ്കിൽ ഒന്ന് കഴിച്ചാൽ നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് ആകാതെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്ത് സഹായിക്കും. ഇനി കിഡ്നി സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3 മുതൽ 6 മാസം വരെയുള്ള കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി റിസൾട്ട്. അപ്പോൾ യൂറിൻ ഫ്ലഷ് അത് സിറപ്പ് ആണെങ്കിൽ ഒരു 1.5 മാസം കോഴ്സ് കഴിച്ചാൽ മതി. ഫീലിംഗ് അയൺ സിറപ്പ് ഇന്ന് കൂടുതൽ ആളുകൾ പറയുന്നത്, പ്രത്യേകിച്ച് എസ്പെഷ്യലി സ്ത്രീകൾ, യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമാണ്. ഏകദേശം എല്ലാ സ്ത്രീകളും പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ രക്തക്കുറവ് എന്ന് പറയുന്ന അവസ്ഥ അതില്ലാതിരിക്കാൻ സഹായിക്കുന്ന ഫീലിംഗ് അയൺ സിറപ്പ്. ഇനി ഒരുപാട് ക്യാപ്സൂൾ, നോ വേദന ക്യാപ്സൂൾ, ആർത്രൈറ്റിസിന് അല്ലെങ്കിൽ ആമവാദം പോലുള്ള സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡിസ്കിൽ ഒക്കെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന തേയ്മാനവും കാര്യങ്ങളും കൊണ്ട് ഉണ്ടാകുന്ന വേദന, ഇതിനൊക്കെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല സാധനം നോ വേദന ക്യാപ്സൂൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, ക്യാപ്സൂൾ രൂപത്തിലുള്ള മറ്റൊരു സാധനമാണ് നോ വേദന ക്യാപ്സൂൾ. കുന്തിരിക്കുന്ന എഴുതാമ പോലുള്ള കണ്ടന്റുകളാണുള്ളത്. മാൻ ശക്തിമാൻ, കൗണ്ട് കുറവ്, മോട്ടിലിറ്റി കൊണ്ട് കുട്ടികളില്ലാതെ പോകുന്ന, അല്ലെങ്കിൽ പുരുഷ വന്ധ്യതയ്ക്ക് ഏറ്റവും നല്ല പരിഹാരമായി കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ പെർഫോമൻസ് പറഞ്ഞ പുരുഷന്മാർക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡാണ്, ഫുഡ് സപ്ലിമെന്റ് ആണ് നോ മാൻ ശക്തിമാൻ. വെൽ ഹാർട്ട് ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞ സമയത്ത് ഇടയ്ക്ക് പറഞ്ഞു പോയി, ഓരോ 3 മാസം കൂടുമ്പോൾ ഞാൻ കഴിക്കുന്ന സാധനം വെൽ ഹാർട്ട്. ഒന്നും ഉണ്ടായിട്ടല്ല. ശരീരത്തിൽ എവിടെയെങ്കിലും ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ഏതെങ്കിലും സമയത്ത് മറിഞ്ഞു വീണ് അറ്റാക്കായി മരിക്കാതിരിക്കണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിലല്ല, ഞാനിപ്പോൾ ജീവനോടുണ്ട്. ഇപ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹിക്കുന്ന പല ആളുകളും ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ചിലപ്പോൾ അതിന്റെ തല ആഴ്ച വരെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഒരു ദിവസം കേൾക്കുന്ന വാർത്ത അറ്റാക്ക് ഇയാൾ പോയി എന്നാണ്. അന്നേരം എനിക്ക് മനസ്സിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് എന്തുകൊണ്ട് ഈ വെൽഹാറിനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് കഴിപ്പിച്ചില്ല? അത് എന്റെ പോരായ്മ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ട സാധനം വെൽഹാർട്ട്. ബിലോ 30 സെന്റ് വാങ്ങി വീട്ടിൽ വെക്കണം. ഈ സമയത്ത് പ്രത്യേകിച്ച് ഇനിയാ തുടങ്ങുന്നത് മഴക്കാല രോഗങ്ങളിൽ പനി, ജലദോഷമൊക്കെ. ഒരു പനി, തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല സാധനം, തൊട്ടപ്പുറത്തുള്ള സാധനം, എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയ സാധനം ഡെയിലി ഡിറ്റോക്സ്. 8 കലി അടിച്ചാൽ ചികിത്സ ഇല്ലെന്ന് പറയാ അല്ലേ? മേലാസവം ചൊറിഞ്ഞിട്ട് ആയുർവേദ ചികിത്സ ഉണ്ട്. ഞാൻ എന്നെ 8 കലി അടിച്ചു, നിറച്ച് ഒടിഞ്ഞു കുന്തി. ഞാൻ കാണിക്കാനൊന്നും പോയില്ല, ഡെയിലി ഡിറ്റോക്സ് കഴിച്ചു. ഒരു മാസം കഴിച്ച സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല. കംപ്ലീറ്റ് റിസൾട്ട്. ശരീരത്തിൽ അടിഞ്ഞിട്ട് ഒഴികെ ഏത് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം ഡെയിലി ഡിറ്റോക്സ്. അതുപോലെ ഫൈറ്റസ്, മാനസികമായ പിരിമുറുക്കത്തിനെ ഇല്ലാതാക്കാൻ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഒക്കെ സഹായിക്കുന്ന ഒരു സാധനം ഫൈറ്റസ്. നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. ചാമ്പി തൈലം, നല്ല ഉന്മേഷം കിട്ടാൻ ഒരു റെജുവിനേഷൻ ഓയിലാണ്. അതിന് കൂടെ നമുക്ക് പല ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നുമല്ല, ഏറ്റവും നല്ല റെജുവിനേഷൻ ഓയിൽ, നല്ല ഉന്മേഷം കിട്ടാൻ, നല്ല മൈക്രോ സർക്കുലേഷൻ കിട്ടാൻ, നല്ല എനർജി കിട്ടാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ചാമ്പി തൈലം. തേച്ച് കുളിക്കാൻ ബെസ്റ്റ്. അടിതൊട്ട് മുടി വരെ തേക്കാം. ഒരുപാട് അഡീഷണൽ റിസൾട്ട്. എന്തൊക്കെയാ? മുടി കൊഴിച്ചിൽ ഏറ്റവും നല്ല റിസൾട്ടാ. അതുപോലെ തന്നെ സന്ധിവേദന, നീർക്കെട്ടിനൊക്കെ ഏറ്റവും നല്ല റിസൾട്ടാ. ചെറിയ ആളുകൾ ഉണ്ടാവും കൈയും കാലൊക്കെ നിറച്ച് നീര് വന്ന് നിൽക്കുന്ന ആൾക്ക് ചൂടാക്കി ഒന്ന് തേച്ച് കൊടുത്താൽ മതി, നീർക്കെട്ട് കംപ്ലീറ്റ് നിശേഷം മാറും. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. വൂണ്ട് ഹീലിംഗ് ക്രീം എല്ലാ വീട്ടിലും 2 വാങ്ങിക്കണം. 1, 2 എന്നല്ല, ഒരു വീട്ടിൽ 4 വാഹനമുണ്ട്, 4 വാഹനത്തിലും വീട്ടിന്റെ അടുക്കളയിൽ വാങ്ങിക്കണം. മുറിവോ പൊള്ളലോ ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിലെടുത്ത് അപ്ലൈ ചെയ്യുക. സൈൻ മാർക്ക് ഇല്ലാതെ ഉണങ്ങി കിട്ടുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് വൂണ്ട് ഹീലിംഗ്. അഡീഷണൽ കുറേ ഉപയോഗങ്ങളുണ്ട്. മൂക്കലിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പലതും, കുഴിനകത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. നോ വേദന ജെല്ല്. അതുകൂടാതെ പ്രോബയോട്ടിക്, ദഹന പ്രക്രിയ ക്ലിയർ ആക്കാൻ, കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഐ എനർജി, ഇന്ന് എല്ലാ ആളുകളും ഉപയോഗിക്കേണ്ട സാധനം. മൊബൈൽ ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഇല്ല. ഉണ്ടോ? മൊബൈലിൽ കൂടുതൽ സമയം നോക്കാത്ത, 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കാറില്ല ടോട്ടൽ ഒരു ദിവസം എന്ന് പറയുന്ന എത്ര ആളിലൂടെ കൈ ഒന്ന് നോക്കാവും? ഞാൻ 1 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം മൊബൈലിൽ നോക്കാറില്ല എന്ന് പറയുന്ന എത്ര ആളിലൂടെ ഉണ്ടോ? ഒരാൾ പോലും ഇല്ല. എങ്കിൽ നിർബന്ധമായി ഉപയോഗിക്കേണ്ട സാധനമാണ് ഐ എനർജി. സൈക്ലോവ PCOD പ്രോബ്ലത്തിനാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഞാൻ PCODക്കല്ല ഞാൻ പറയാ.
മക്കളെ കല്യാണം കഴിച്ചു അയക്കുന്ന സമയത്ത് അമ്മമാരൊക്കെ നോക്കുന്ന സാധനം അവരെ തടിയൊന്നും നന്നാക്കാനാ അല്ലേ? എന്നാ അതല്ല കൊടുക്കേണ്ടത്. തടിയൊക്കെ നിങ്ങൾ വാങ്ങിക്കോ, സൈക്കിളോ കൊടുക്കണം. കല്യാണം ഉറപ്പിച്ച് കൊണ്ടുവന്ന് ആദ്യം കൊടുത്തേക്കണം. കാരണം എന്തുകൊണ്ടാ കൊടുക്കണം എന്ന് പറയുന്നത്? സൈക്കിളോടെ പ്രാധാന്യം അറിയാം. ഓവറി ഫംഗ്ഷൻ പെർഫെക്റ്റ് ആക്കാനും ഏറ്റവും നല്ല അണ്ടത്തെ വിസർജനം ചെയ്യാനും, ഏറ്റവും നല്ല അണ്ടം ഉണ്ടായാൽ ഏറ്റവും നല്ല ബീജം, പവർഫുൾ ആയിട്ടുള്ള അണ്ടവും പവർഫുൾ ആയിട്ടുള്ള ബീജം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ബുദ്ധിമാനായ ശാരീരികമായി വൈകല്യമില്ലാത്ത ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റും. എൻ്റെ വീട്ടില് പ്രാർത്ഥിക്കുക എല്ലാവരും. സാധാരണ എങ്ങനെ ചെയ്യാം? എന്നാ ചെയ്യാം? പ്രസവം എടുത്തു കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല കുട്ടിയെ നൽകണമെന്ന് അവസാനം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ട ആദ്യം ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിച്ചാൽ മതി. താൻ പാതി ദൈവം പാതി എന്നാ. താൻ ചെയ്യേണ്ട പാതി ചെയ്തിട്ട് ദൈവത്തോട് പറഞ്ഞാൽ മതി. എന്നാ പകുതി ദൈവം ചെയ്തോളൂ. താൻ ചെയ്യേണ്ട ചെയ്യാതെ ദൈവത്തോട് മാത്രം പറഞ്ഞാൽ ദൈവം ഒന്നും ചെയ്യില്ല. ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിനെല്ലാ ആളുകൾക്കും കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ PCOD പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് സൈക്ലോവ. അതുപോലെ തന്നെ ആയുശ്വാസ്, ആസ്മ, അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി ഞാൻ പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ പോകുന്നത് Immunotherapy+. ദഹന പ്രക്രിയ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, ശോധനയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക്, ഇത് പൊതുവേ പണ്ടത്തൊക്കെ ആയുർവേദ ഡോക്ടറെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശോധനയൊക്കെ എങ്ങനെയുണ്ട്, റെഡിയാണോ ചോദിക്കാറില്ലേ? മനുഷ്യന്റെ ശരീരത്തിന്റെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ മെറ്റബോളിസം എന്നൊക്കെ പറയുന്നത് അത് പെർഫെക്റ്റ് ആണെങ്കിൽ ശോധന ക്ലിയർ ആണ്. ശോധന ക്ലിയർ ആയാൽ, മോഷൻ ക്ലിയർ അല്ലെങ്കിൽ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം അതായിരിക്കും. അതില്ലാതിരിക്കാൻ കഴിക്കേണ്ട ഒരു സാധനം Immunotherapy+. കടുക്ക, നെല്ലിക്ക, താനിക്ക, ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള കോമ്പിനേഷൻ. ഇനി ഇതുകൂടാതെ ഒരുപാട് പേഴ്സണൽ കെയർ ഐറ്റംസ്. ആ മനുഷ്യന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത് സൗന്ദര്യത്തിലാണ് അല്ലേ? അതിനൊക്കെ സഹായിക്കുന്ന കുറെ സാധനങ്ങൾ. മുടി കൊഴിച്ചിൽ സൗന്ദര്യത്തിനെ ബാധിക്കും അല്ലേ? തലയിൽ മുടിയില്ലെങ്കിൽ കഷ്ണിയൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ പേടിയാണ്, പെണ്ണുങ്ങൾക്ക് മുടി കൊഴിയും അതിലും പേടിയാണ്. മുടി കൊഴിച്ചാൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. മുടി കൊഴിച്ചിന്റെ മാത്രമല്ല, അഡീഷണൽ ഒരുപാട് റിസൾട്ട് ഉണ്ട്. ചില ആൾക്ക് മൈഗ്രെയിൻ പല കാരണങ്ങളുണ്ടാവും. ഒരു കാരണം ശരീരത്തിൽ ഓവറായിട്ടുള്ളത് ഹീറ്റാണ്. ചൂട് സമയത്ത് അവർക്ക് തനിയെ വന്നോളൂ. നല്ല വേനൽക്കാലത്തൊക്കെ മൈഗ്രെയിൻ വരുന്ന ആളുകളുണ്ട്. വേറൊന്നും വേണ്ട അവർക്ക്, ഒറ്റ കാരണം മതി. അവർക്ക് നല്ല സാധനം ഈ പറഞ്ഞ മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. താരനുള്ള ഷാമ്പു, മുടി പൊട്ടുന്നതിനുള്ള ഷാമ്പു, അങ്ങനെ കുറെ സാധനം. അതുപോലെ തന്നെ പേസ്റ്റുകൾ, മോണപഴുപ്പ്, ബ്ലീഡിങ്, വൈകുന്നേരത്തൊക്കെ ഏറ്റവും റിസൾട്ടുള്ള പേസ്റ്റാണ്. പക്ഷെ ഞാൻ പറയാം, മോണപഴുപ്പുള്ളവർ നോക്കി നടക്കണ്ട, പല്ല് പുഴുപ്പുള്ളവർ നോക്കി നടക്കണ്ട. വീട്ടിൽ ചെറിയ മക്കളുണ്ടോ നിർബന്ധമായിട്ട് വാങ്ങണം. കാരണം നമ്മൾ ഇന്ന് വാങ്ങുന്ന പേസ്റ്റുകളുടെ കാര്യം എന്താ നോക്കിയാൽ മതി. ആ പേസ്റ്റിന്റെ അടങ്ങിയുള്ള കണ്ടന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ കണ്ടന്റുള്ള എഴുതിയ സാധനം, ഓരോ സാധനവും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്ക്. അതിനൊക്കെ പറയും ഇത് കുടലില് പുണ്ണിന് കാരണമാവും, ക്യാൻസറിന് കാരണമാവും, ബ്രെയിൻ ട്യൂമറിന് കാരണം. ഇങ്ങനെ കുറെ കാരണങ്ങൾ ആയി നിമിത്തമായി നിൽക്കുന്ന കണ്ടന്റ് കൊണ്ടാണ് ഇന്നത്തെ പേസ്റ്റുകൾ ഉണ്ടാക്കി നിൽക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് 100% ഹെർബൽ ആയിട്ടുള്ള പേസ്റ്റ്. കുട്ടികളൊക്കെ കുറെ എടുത്ത് വിഴുങ്ങും അല്ലേ? വിഴുങ്ങിയാലും പ്രശ്നം ഉണ്ടായത്. പല സമയത്തും പേസ്റ്റ് ആണ് നമുക്ക് പല സമയത്തും അടിസ്ഥാനപരമായി നമ്മളെ അസുഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പെട്ടെന്നല്ല. നമ്മളെ വീട്ടിൽ ഇപ്പൊ ചെറിയൊരു മോനുണ്ട്, 2 വയസ്സായി, പല്ല് തേക്കാൻ കോൾഗേറ്റ് എടുത്ത് കൊടുത്തു. പിറ്റേ അസുഖം വരുമോ? അസുഖം വരില്ല. പക്ഷേ ആ കോൾഗേറ്റ് തന്നെ എത്രയോ കാലം ഉപയോഗിച്ച് ആ കുട്ടിയെ സംബന്ധിച്ചോളം 26, 28, 30 വയസ്സാകുമ്പോഴത്തേക്ക് വയറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞേക്കാം. അതിന്റെ കാരണം സ്ഥിരമായി കെമിക്കൽ വയറ്റിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ക്യാൻസറാണ്. ഒരു ദിവസം വരുന്നതല്ല. ഭാവിയിലേക്ക് വരുന്ന അസുഖങ്ങളെ പോലും തടയാൻ നമുക്ക് നമ്മുടെ പേസ്റ്റ് കൊണ്ട് സാധിക്കും. അതുപോലെ സൗന്ദര്യത്തെ സംരക്ഷിക്കാനുള്ള ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം. ഇനി ഇങ്ങനത്തെ ഒരുപാട് ബ്യൂട്ടി കെയർ ഐറ്റംസ് ഉണ്ട്. ഇനി നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഇതിലുള്ള പെട്രോളിയം ജെല്ലിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഫേസ് വാഷ്, പൗഡർ, ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫുഡ് സപ്ലിമെന്റുകളായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹോം കെയർ ഐറ്റംസ്, ഇതൊക്കെ ഇല്ലാത്ത വീടുണ്ടാവില്ല. പണ്ടൊക്കെ ഭക്ഷണം വീട്ടിൻ്റെ അകത്തുനിന്നും 2 രൂപ എവിടെയാ? പുറത്ത്. ഇപ്പൊ ഭക്ഷണം പുറത്തുനിന്നും 2 ഇവിടുന്ന് അകത്ത്. അങ്ങനല്ലേ? പണ്ട് അകത്തുനിന്ന് ഭക്ഷണവും പുറത്തു പോക്കുവാണ്, ഇപ്പൊ പുറത്തുനിന്ന് ഭക്ഷണവും അകത്ത് പോക്കുക. ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അകത്തുള്ള ആ ടോയ്ലറ്റിനെ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ഹാർപ്പിക് ഉപയോഗിക്കാറുണ്ട്. ഹാർപ്പിക് ഉപയോഗിക്കുന്നതിന് ഞാൻ പറയില്ല, പക്ഷെ ഹാർപ്പിക്കിന്റെ പ്രത്യേകത 100% കെമിക്കലാണ്. ഹൈ പവർ കെമിക്കലാണ്. ആ കെമിക്കൽ കൊണ്ട് നമുക്ക് എന്താ പ്രശ്നം? ടോയ്ലറ്റ് ക്ലീൻ ആയില്ലേ? പോരാ എന്ന് ഞാൻ പറയും. ഇങ്ങനെ അടച്ചു പെയ്യുന്ന മഴയത്ത് നമ്മളെ വീട്ടിലും പരിസരത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളം കയറില്ലേ? മുറ്റത്തൊക്കെ വെള്ളം ഉണ്ടാവും. ആ സമയത്ത് കക്കൂസിന്റെ ടാങ്ക് നിറഞ്ഞ് മുകളിലേക്ക് വരും. അതൊഴുകി എവിടെയൊക്കെ പോകും? കിണറിന്റെ പരിസരത്തൊക്കെ പോകും. സ്വാഭാവികമായി ഈ വേസ്റ്റിന്റെ അംശങ്ങൾ എവിടെ പോകും? വെള്ളത്തെ കലരും. നമ്മൾ അറിയാതെ കഴിക്കും. ഒഴിച്ച് വരുന്നു നമ്മൾ കാണില്ല, മൈന്യൂട്ടായിട്ടേ പോരുന്നുണ്ടാവുള്ളൂ.
അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതൊന്നും സംഭവിച്ചില്ല. കക്കൂസിന്റെ ടാങ്ക് നിറഞ്ഞതിന്റെ ഭാഗമായി ടാങ്ക് കോരാൻ വേണ്ടി ആളെ വിളിക്കുന്ന കാലഘട്ടത്തേക്ക് നമ്മൾ മാറി. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, പണ്ടത്തെ പോലെ എന്താ പറയുക, കൂട്ടുകുടുംബമായിട്ട് ഒരുപാട് ആളുകൾ താമസിച്ചിട്ടല്ല നിറഞ്ഞത്. വീട്ടിൽ ഭാര്യയും ഭർത്താവും 3 കുട്ടികളേ ഉള്ളൂ. മോനങ്ങ് കോയമ്പത്തൂരാണ്, മറ്റേ ആൾ ബാംഗ്ലൂരാണ്. അമ്മ ജോലിക്ക് വന്നു, അച്ഛൻ ജോലിക്ക് വന്നു. ചിലപ്പോൾ 2 ആളെ വീട്ടിലുണ്ടാവും, പക്ഷെ ഇത് നിറയുന്നുണ്ടാവും. എന്താ കാരണം? 2 തരം ബാക്ടീരിയ ഉണ്ട്, എയറോബിക് ബാക്ടീരിയയും അൺഎയറോബിക് ബാക്ടീരിയയും. ആ ജലത്തിൽ വളരുന്ന, മണ്ണിൽ വളരുന്ന ബാക്ടീരിയയും വായുവിൽ വളരുന്ന ബാക്ടീരിയയും. നമുക്ക് നശിപ്പിക്കേണ്ട ഒറ്റ ബാക്ടീരിയ വായുവിൽ വളരുന്ന ബാക്ടീരിയ. ആ ക്ലോസറ്റും പരിസരത്തും വളരുന്ന ബാക്ടീരിയ നശിപ്പിച്ചാൽ മതി, പോരെ? ടാങ്കിൽ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ടാങ്കിൽ നശിപ്പിച്ചാൽ എന്ത് ചെയ്യും? ആ മാലിന്യങ്ങൾ അവിടെ കുന്നുകൂടും. ആ കുന്നുകൂടി കഴിഞ്ഞാൽ അത് നമുക്ക് കോരാൻ വേറെ പൈസ ചിലവാക്കണം. ഇനി ഈ സാധനം മാറ്റി നമ്മൾ MI ഹോമിന്റെ ടോയ്ലറ്റ് ക്ലീനർ ആക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസം വരുമോ? ടാങ്ക് കോരാൻ പൈസ ഉണ്ടല്ലോ, ഇപ്പം കിട്ടുന്ന 108 രൂപ ഹാർപ്പിക്കിന് എന്നാ എനിക്ക് തോന്നുന്നു. നമ്മളത് 250 ആണെങ്കിൽ വേണ്ട, ഞാൻ കോരിക്കോളാന്ന് പറയാം. പക്ഷെ ഇതിന് എത്രയാ വില? 100 രൂപ, 8 രൂപ കുറവാ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് നമ്മൾ വാങ്ങുവാണെങ്കിലോ, ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങുവാണെങ്കിലോ 75 രൂപ. വാങ്ങുന്നതിന് എന്തെങ്കിലും മടിയുടെ ആവശ്യമുണ്ടോ? നല്ല സാധനം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞാണ്. ഇനി പല ആളുകളും ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചോളം ലിവർ സീറോസ് പോലുള്ള അസുഖങ്ങൾ വരുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അവർ മദ്യപിക്കാറില്ല. ഉണ്ടോന്ന് അറിയില്ല, ചില ആൾക്ക് മദ്യപിക്കുന്ന ആളുകളുണ്ട്, സ്ത്രീകൾ അല്ലേ? അങ്ങനെയുണ്ട്. പക്ഷേ മദ്യം കൈകൊണ്ട് തൊടാത്ത, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്ത, ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്ത എത്രയോ സ്ത്രീകൾക്ക് ലിവർ സിറോസ് വരുന്നത് കണ്ടിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, കിഡ്നി ഫങ്ഷൻസ് ഡിസോർഡർ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം വേറൊന്നുമില്ല, അവരുപയോഗിക്കുന്ന എക്സോ പോലുള്ള പാത്രം കഴിയുന്ന സാധനമൊക്കെയാണ്. കയ്യിലൊക്കെ ചെറിയ ചെറിയ മുറിവുണ്ടാവും. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറെ അരിപ്പ കാണാൻ കൈക്ക്. ചില ആൾ അല്ലാതെ തന്നെ കാണാം അരിപ്പ. ചില സ്ത്രീകളെ മൈക്രോസ്കോപ്പ് ഒന്നും വെക്കാതെ കൈ നോക്കിയാൽ കവിളിലൊക്കെ അരിപ്പ കാണും. ഈ അരിപ്പയെ കൂടെ ഉള്ള കെമിക്കൽ മുഴുവൻ ശരീരത്തിനകത്തേക്ക് ആഗിരണം ചെയ്യപ്പെടും. അത് നേരെ രക്തത്തിൽ കലരും. രക്തത്തിൽ കലർന്നാൽ ഇതിനെ അരിച്ചു മാറ്റേണ്ട 2 ഓർഗനാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, ഒന്ന് കിഡ്നിയും ലിവറും. ആ കിഡ്നിയും ലിവറിനും ഡാമേജ് ആകാൻ പാത്രം കഴുകുന്ന കെമിക്കൽ മതി, അല്ലെങ്കിൽ അലക്കുന്ന കെമിക്കൽ മതി. ആ സ്ഥാനത്ത് നമുക്ക് യാതൊരു കെമിക്കലും ഇല്ലാതെ മാക്സ് ബ്രൈറ്റ് എന്ന് പറയുന്ന വസ്ത്രങ്ങൾ അലക്കാനുള്ളത്, ഡിഷ് വാഷ് ബാറും ലിക്വിഡും ഫ്ലോർ ക്ലീനറും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ പറയുന്നതിലൊന്നും തന്നെ ഹാംഫുൾ കെമിക്കലുകളില്ല. ഇനി നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം എന്ന് പറഞ്ഞാൽ പ്രധാനമായി രാസവളം കിട്ടുന്ന പലതും ഉണ്ടാക്കുന്നത്. ആ സമയത്ത് 100% നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ വളം, അതിൽ അടങ്ങിയുള്ള സാധനം ഭൂവസ്ത്ര, അടിസ്ഥാന വളം, ഗ്രോ മാജിക്, അതിന് പിന്നെ നമുക്കൊക്കെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പോലെ, നമുക്കൊക്കെ എന്താ പറയാ, വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുന്ന പോലെ ചെടികൾക്ക് ആവശ്യമുള്ള മിനറൽസ് ഒക്കെ കിട്ടുന്നതാണ് ഗ്രോ മാജിക് അഡ്വാൻസ്. ഇനി